ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ ടെക്നീഷ്യൻ മേഖലയിലേക്ക് എങ്ങനെ വന്നു, എവിടെയൊക്കെ വർക്ക് ചെയ്തു, എങ്ങനെയാണ് ഇതുവരെ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2019 ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. മണ്ണാർക്കാട് ടെക്നിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് മണ്ണാർക്കാട് തന്നെ ഒരു ചെറിയ ഷോപ്പിലാണ് ഞാൻ ഫസ്റ്റ് കയറുന്നത്. എനിക്ക് അന്നേ കയറുന്ന സമയത്തെ അവിടെ ഒരു സീനിയർ ടെക്നീഷ്യൻ ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. മിക്സ്ഡ് ഷോപ്പാണ്, ഡ്യൂട്ടി പെയ്ഡും കാര്യങ്ങളും എല്ലാം ഉള്ള മിക്സ്ഡ് ഷോപ്പ്. ഇതിൽ കാണുന്ന പോലെ ഈ ചെറിയ കൂടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് സർവീസ് ചെയ്യുന്നത്. നോർമലി ആ ഇലക്ട്രോണിക്സ് ഒക്കെ സർവീസ് ചെയ്യുന്ന ആ മഞ്ഞ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ നോർമൽ സെറ്റപ്പിലാണ് ഞാൻ ഫസ്റ്റ് തന്നെ സർവീസിലേക്ക് ഇറങ്ങുന്നത്. അന്ന് എൻ്റെ ഫസ്റ്റ് സാലറി 5000 റുപ്യാണ്. ഞാൻ ഈ സാലറി കാര്യങ്ങളൊക്കെ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് മേഖലയ്ക്ക് വരുന്നത്. വലിയ സാലറിയും കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് മേഖലയ്ക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയണത്. ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ 5000 രൂപക്കാണ് ഞാൻ ഫസ്റ്റ് അവിടെ കയറുന്നത്. എൻ്റെ മുതലാളിൻ്റെ നല്ല സ്വഭാവം കൊണ്ട് 2 മാസം കൊണ്ട് എനിക്ക് 8000 ആക്കി തന്നു. അങ്ങനെ കുറച്ച് കാലം അവിടെ നിന്ന് പിന്നെ നമുക്ക് തന്നെ വെറും നോർമൽ വർക്കും കാര്യങ്ങളും ചെയ്ത് ഫീൽഡ് മടുത്തു തുടങ്ങി വേറെ എന്തെങ്കിലും മേഖലയ്ക്ക് പോയാലോ എന്നുള്ള ചിന്ത വരെ വന്ന് ആ ടൈമിലാണ് എൻ്റെ ഒപ്പം കൂടെ പഠിച്ച ഫർഷാദ് എന്ന് പറഞ്ഞ ഇവന് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തന്ന് നാട്ടിൽ നിന്ന് വർക്ക് അവിടുന്ന് മാറി വേറെ എവിടേക്കെങ്കിലും മാറാം എന്നുള്ളൊരു ടോക്ക് വന്ന്. കോട്ടയത്താണ് ഇവൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ ഷോപ്പിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ സെയിൽസും സർവീസ്, കൂടുതലും സെയിൽസിനാണ് പ്രാധാന്യം. അപ്പോൾ സെയിൽസ് സർവീസ് ആ രീതിക്കാണ് അവിടെ പോയി നിന്നത്. അങ്ങനെ ഞാൻ അവിടെ മാറി നിൽക്കുന്ന ടൈമിൽ അവിടുത്തെ സാലറി എനിക്ക് 8000 രൂപ, ഫുഡ് നമ്മൾ നോക്കണം, റൂം ആരോഗണ്ട്. അങ്ങനെ കുറച്ച് കാലം അവിടെ നിന്ന് അതിനുശേഷം അങ്ങനെ കൂടുതൽ സെയിൽസിനായപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങി. അവിടുന്ന് ഇറങ്ങി വീട്ടിൽ ഒരാഴ്ചത്തോളം ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ടൈമിലാണ് ഫർഷാദ് തന്നെയാണ് എന്നെ വീണ്ടും തമിഴ്നാട് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് ആക്കുന്നത്. അങ്ങനെ ഞാൻ തമിഴ്നാട് പോയി. അവിടെ പോകുന്ന ടൈമിൽ എൻ്റെ ടേബിൾ, ഈ കാണുന്ന ടേബിളാണ് എൻ്റെ ടേബിൾ. ഒരു ഐ സി വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ ടേബിൾ. ആ ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്ത് ഒരു 6 മാസം കുറച്ച് വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടുന്ന് ഒഡോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ അപ്ഡേഷന് പോയി. 2022 ഏകദേശം 2022 ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേഷന് പോണത്. ആ അപ്ഡേഷന് അവിടെ പോയി അപ്ഡേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ അവിടുത്തെ മുതലാളിമാർ നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ അപ്ഡേഷന് പോയതും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ടൂളും ഇല്ലാത്തടത്ത് എല്ലാ ടൂളും എനിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത് തന്നു. എല്ലാ ടൂളും വാങ്ങി ഈ കാണുന്ന സെറ്റപ്പൊക്കെ ആക്കി അവിടെ പിന്നെ കുറേ കാലം വർക്ക് ചെയ്ത്. പിന്നെ അവിടെ ഈ തമിഴ്നാടിൻ്റെ ഒരു കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭയങ്കര ചൂടും കാര്യങ്ങളായിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി കുറേ ആരോഗ്യ പ്രശ്നം വന്നതും കൊണ്ടാണ് പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം റിസൈൻ ചെയ്ത് ഇറങ്ങി. ഇന്ന് ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ ചാവക്കാട് ഐ വേൾഡ് മൊബൈൽ സർവീസ് സെൻറ്റർ. അവിടുത്തെ സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സെറ്റപ്പ്. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയ്ക്ക് വരുന്നത്. ഈ ഒഡോക്സ് പഠിച്ച ആ ടൈമിലാണ് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായി തുടങ്ങുന്നതും. അന്നാ പറഞ്ഞ ഈഗോ ക്ലാഷൊക്കെ ഉണ്ടായി. അങ്ങനെ ഇതിൽ നിരന്തരം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഇന്ന് ഒരു 10K ഫോളോവേഴ്സുമായിട്ടുള്ള അക്കൗണ്ടുമായിട്ട് ഇന്ന് നിലവിൽ നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്താൻ സാധിച്ചു. എനിക്ക് ഇതുപോലെ ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവാം. ഇതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് വരെ ഒരു സീനിയർ ടെക്നീഷ്യൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാനും വലിയ സാലറി എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് വരെ എവിടെയും കയറിയിട്ടില്ല. പഠിക്കണം എന്നുള്ള ചിന്തയോടെ മാത്രമാണ് ഞാൻ ഇതിന് വർക്കിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആഗ്രഹിച്ച പോലെ ആകാൻ പറ്റട്ടെ. അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.